റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ കന്നി IPL കിരീട നേട്ടാഘോഷങ്ങൾക്കിടയിലുണ്ടായ ദുരന്തത്തിൽ പോലീസിന് വീഴ്ചയില്ല എന്ന് പറയുകയാണ് DGP. പരിപാടി നടത്തിയത് പോലീസ് നിർദ്ദേശം തള്ളിയാണെന്നും സാധ്യമായതെല്ലാം ചെയ്തിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി DGP മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അതേസമയം ആരാധകർക്ക് ഫ്രീ പാസ് ഉണ്ടാകുമെന്ന് സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചത് കൂടുതൽ പേർ സ്റ്റേഡിയത്തിലെത്താൻ കാരണമായെന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് തിക്കിലും തിരക്കിലും 11 പേരാണ് മരിച്ചത്. ദുരന്തത്തിൽ കർണാടക ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി. ബംഗളൂരിൽ നിന്ന് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, ഇവിടെ പോലീസ് പറഞ്ഞതാണ് വിക്ടറി റാലി നടത്തരുത്, പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞതാണ്. RCB അത് കേൾക്കാതെ നടത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം കൈയൊഴിയുകയാണോ? യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ റഹീസ്? കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പിടിവാശി അല്ലെങ്കിൽ ഈ പരിപാടി നടത്തിയേ തീരുള്ളൂ എന്നുള്ള വാശി ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ളത് ഉദാഹരണ സഹിതം ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. കാരണം നേരത്തെ വിക്ടറി പരേഡ് നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നപ്പോൾ അത് മാറ്റിവെച്ചു എന്നുള്ളത് വ്യക്തമായപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഒരു വിക്ടറി പരേഡ് പോലും നടത്താൻ കഴിയാത്ത സർക്കാർ എന്ന രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന പല ട്വീറ്റുകളുമൊക്കെ നിറഞ്ഞപ്പോൾ അതിലൊന്ന് പ്രകോപിതരായി തങ്ങൾക്കിത് നടത്താൻ സാധിക്കുമെന്നുള്ള രീതിയിലേക്ക് സർക്കാർ, പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം നീങ്ങിയതാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രകടമായിട്ട് ഇപ്പോൾ മനസ്സിലാകുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുകയും ചെയ്യുന്നത്. കാരണം ഈ വിക്ടറി പരേഡ് മാറ്റിവെക്കുന്നു, വൈകിട്ട് 2 പരിപാടി നടത്തരുത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു എന്നാണ് പോലീസ് ഇന്ന് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2 പരിപാടികളുണ്ടായിരുന്നു. വിധാൻ സൗദയിലെ പരിപാടിയും ഒപ്പം തന്നെ സ്റ്റേഡിയത്തിലെ പരിപാടിയും ഉണ്ടായിരുന്നു. ഈ രണ്ടും നടത്തരുത് എന്ന് പറഞ്ഞിരുന്നു. തലേന്ന് രാത്രി RCB ആരാധകർ അത്രയധികം ആഘോഷിച്ച് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ പ്രകടനം നടത്തിയതാണ്. അതിനെയൊക്കെയും കൺട്രോൾ ചെയ്ത പോലീസ് ടയേർഡാണ്, മതിയായ ഫോഴ്സ് ഇല്ല എന്ന് കൃത്യമായി സർക്കാരിനെ അറിയിച്ചതുമാണ്. അതിനൊക്കെ ശേഷവും തങ്ങളുടെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു പരിപാടി നടത്തിയത് എന്ന തലത്തിലേക്കാണ് ആ റിപ്പോർട്ട് പോലും സൂചിപ്പിക്കുന്നത്. 5000 പോലീസുകാരെ വിന്യസിച്ചു എന്നുള്ളൊരു ന്യായം ആദ്യം പറഞ്ഞത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. ആ വാദത്തിൽ തന്നെയാണ് ആദ്യ വിമർശനം ഉയർന്നതും. 3 ലക്ഷത്തിലധികം പേർ ഒരു സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പി ആർത്തെത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് 5000 പോലീസുകാരെ കൊണ്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രധാന ചോദ്യം. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഉച്ചയോടുകൂടി കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി പറഞ്ഞത് ജനങ്ങളെ പോലെ തന്നെ തങ്ങൾക്കും ആശങ്കയുണ്ട്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്നാണ്. അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മറുപടി, ആദ്യഘട്ടത്തിലുണ്ടായ ഒരു മറുപടി, അവിടെ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. മതിൽ തകർത്തു പോലും അകത്തേക്ക് കയറാൻ, മതിൽ ചാടി കയറാനൊക്കെ ആളുകൾ ശ്രമിച്ചു. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് 2:30-ക്കുള്ളിൽ തന്നെ നൽകാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി കോടതിയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധയോടെ നോക്കേണ്ട സമയമാണ്. മാത്രമല്ല ഇപ്പോൾ ഞാനുള്ളത് ഈ ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. ഇവിടെ അകത്തിപ്പോൾ ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ഉണ്ട്. അദ്ദേഹം ഈ KCAയുടെ, അതായത് കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷന്റെ വിവിധ ഉദ്യോഗസ്ഥരുമായി, വിവിധ ഒഫീഷ്യൽസുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കൊണ്ട് അവരൊക്കെയുമായിട്ടൊരു ചർച്ച നടത്തി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മാത്രമല്ല ഇന്ന് കർണാടകയിൽ സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗം നടക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് ക്യാബിനറ്റ് യോഗം ചേരുന്നുമുണ്ട്. അപ്പോൾ ഈ വിഷയമായിരിക്കും പ്രധാന ചർച്ച എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അവിടെയും ഒരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല കോടതി എന്ത് പറയുന്നു എന്നുള്ളതും നിർണായകമായി മാറും ഈ ഘട്ടത്തിൽ. ഹാഷ്മി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ടായിക്കൂടാത്ത ദുരന്തമാണ്, ഒരു ദുരന്തങ്ങൾ ഉണ്ടായിക്കൂടാ, പക്ഷേ ഇത് ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു ദുരന്തം. പോലീസ് പറഞ്ഞ മുന്നൊരുക്കം അല്ലെങ്കിൽ വാണിംഗ് ഒക്കെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിയാമായിരുന്ന 11 വിലപ്പെട്ട ജീവനുകളാണ്. അന്വേഷണം കൃത്യമായി നടക്കട്ടെ, വീഴ്ച ഉണ്ടായത് എന്താണ് എന്ന് കണ്ടെത്തപ്പെടട്ടെ, വീഴ്ച ഉണ്ടായവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവട്ടെ, ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ.